പുതിയ നമ്മുടെ മഹേന്ദ്ര താർ റോക്സ് 5 ഡോർ വെർഷന് ഉള്ള സെയിം ഫീച്ചർ തന്നെയാണ് കേട്ടോ. ഇതിനെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന കട്ടിംഗ് ബ്രേക്ക് എന്ന RCയിൽ ഇതിന് പറയുന്ന പേരെന്ന് 50,000 രൂപ കൊടുത്ത് ഇത് മേടിക്കേണ്ട കാര്യമുണ്ട്. ബ്ലേസർ കയറുന്നില്ല ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു RCRX. ഇതേ നമ്മുടെ K5 ബ്ലേസർ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന K5 ബ്ലേസറിന്റെ ഫുൾ റിവ്യൂ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രാക്സസ് ഡിഫൻഡർ ഉണ്ട്, ഈ വണ്ടിയുണ്ട്. രണ്ട് വണ്ടിയും വെച്ച് നമ്മൾ ഓഫ് റോഡ് ഓടിച്ച് ചെക്ക് ചെയ്യാൻ പോവാണ്. ഓരോ ഫീച്ചേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണുക. ഓരോ വണ്ടിയുടെ കേപ്പബിലിറ്റി, സ്റ്റോക്കിൽ എങ്ങനെ, അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വണ്ടിയിൽ എങ്ങനെ, പിന്നെ ഇത് വാങ്ങണോ 50,000 രൂപ കൊടുത്ത് ഇത് മേടിക്കേണ്ട കാര്യമുണ്ട്. ആക്ച്വലി ഇത് 50,000 രൂപയ്ക്ക് വാല്യൂ ഫോർ മണി എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് ഓഫ് റോഡ് ഓടിച്ച് നമുക്ക് പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ 10 ചാനൽ റിമോട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോർമൽ റോഡിൽ ഓടിക്കാൻ 2 വീൽ ഡ്രൈവിൽ ഇടാം, പിന്നെ ഓഫ് റോഡ് കയറുമ്പോൾ 4 വീൽ ഡ്രൈവ് ഇടാം. ഇപ്പോൾ 2 വീൽ ഡ്രൈവിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമലി സാധാരണ റോഡിൽ ഫുള്ളായിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. സാധാരണ ഒരു ചൈനീസ് കാർ ഓടിക്കുന്ന പോലെ 2 വീൽ ഡ്രൈവിൽ ഓടിക്കാൻ ഞാൻ കാണിച്ചു തരാം. അതേ നോക്കിക്കോ. ബ്ലേസറിനെ നമ്മൾ ഓഫ് റോഡ് കയറ്റാൻ പോകണം, നോക്കണേ. ബ്ലേസർ കയറുന്നില്ല ഗൈസ്. ഈ ബ്ലേസർ കയറാത്തതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 വീൽ ഡ്രൈവിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തുള്ള കണ്ടീഷൻ വരുമ്പോൾ നേരെ നമ്മൾ 4 വീലിലേക്ക് സ്വിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ 2 സ്പീഡ് ട്രാൻസ്മിഷൻ ഉള്ളത് ലോ ഗിയറിലേക്ക് ആക്കുക. അപ്പോഴാണ് നമുക്ക് ഓഫ് റോഡ് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് രണ്ടിനും സ്വിച്ചുകളുണ്ട്. രണ്ടും പ്രസ് ചെയ്തതിനു ശേഷം ഇങ്ങനെ അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ ഓഫ് റോഡ് കയറുന്നതായിരിക്കും. നമ്മൾ ബ്ലേസർ കയറി കുറച്ച് മുന്നോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോയി ഇറങ്ങും ബ്ലേസർ. എന്തോ നോക്കാം നമുക്ക്. വണ്ടി തിരിച്ചിറങ്ങി വരുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടോ, വണ്ടി തിരിച്ച് തന്നെ ഇറങ്ങി വരുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഗ് ബ്രേക്ക് ഓൺ ആക്കണം. അപ്പോൾ നമ്മൾ റിമോട്ടിൽ നിന്ന് നമ്മൾ ഡ്രാഗ് ബ്രേക്ക് ഓൺ ആക്കി വെക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വണ്ടി തിരിച്ചിറങ്ങില്ല കേട്ടോ. നമ്മളിങ്ങനെ കയറ്റി വെച്ചാലും ഒരു കാരണവശാലും തിരിച്ച് ആ വെയിറ്റ് കൊണ്ട് ഇറങ്ങത്തില്ല. അടുത്ത് നമ്മൾ ഓടിക്കാൻ പോകുന്നത് നമ്മുടെ ഡിഫൻഡറാണ് കേട്ടോ. അപ്പോൾ ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ ഫുള്ളി അപ്ഗ്രേഡഡ് ആണ്. നോർമൽ സ്റ്റോക്ക് വണ്ടിയല്ല. നക്കിൾ കിറ്റും സെർവോയും ESC മോട്ടോഴ്സും എല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. വെയിറ്റൊക്കെ നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഡിഫൻഡറിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു ഓഫ് റോഡേ അല്ല. പക്ഷേ ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ K5ഉം കയറിപ്പോയി എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് 2 വണ്ടികളും ഇനി നമുക്ക് കൊണ്ടുപോയി ഒരു ട്രെഞ്ചിലേക്കാണ് ഇറക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ട്രെഞ്ചിലേക്ക് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലോക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റ് ഇറങ്ങി പോകുന്നത് നമ്മുടെ K5 ബ്ലേസർ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് വണ്ടികൾക്ക് ഇറങ്ങി പോകാനുള്ള സ്പേസ് മാത്രമേ അതിനകത്തുള്ളൂ. ഇപ്പോൾ വണ്ടി പ്രോപ്പറായിട്ട് ആ ഒരു ട്രെഞ്ച് കയറുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ 4 വീൽ ഡ്രൈവ് ആയാൽ മാത്രം പോരാ, നമുക്ക് ഡിഫറൻഷ്യൽ ലോക്കേഴ്സ് ഉണ്ട് ഈ വണ്ടിക്കകത്ത്. അത് എനേബിൾ ചെയ്യണം. നമ്മൾ റിമോട്ടിൽ ഡിഫറൻഷ്യൽ ലോക്കർ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും. അപ്പോൾ അതിൽ എൻ്റെ ലൈറ്റ് കത്തും. അതിനകത്തൊരു ഇൻഡിക്കേഷനാണ് നമുക്കത് ഓൺ ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ലോക്കർ ഓൺ ആക്കിയിട്ട് ഇനി നമുക്ക് ഓടിച്ചു നോക്കാം. വളരെ സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ടോ ലോക്കർ ഓൺ ആക്കിയപ്പോൾ. നമ്മുടെ യഥാർത്ഥ ഫുൾ സ്കെയിൽ വണ്ടികൾ പോലെ തന്നെ ലോക്കർ ഓൺ ആക്കിയാൽ വളരെ സിമ്പിളായിട്ട് കണ്ടോ കയറി അപ്പുറം പോകും. ട്രാക്സസിൻ്റെ ഡിഫൻഡറിൻ്റെ അകത്തും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ലോക്ക് ചെയ്യാനുള്ള ലോക്കേഴ്സ് ഉണ്ട്. അതുപോലെ 2 സ്പീഡ് ട്രാൻസ്മിഷൻ ഉണ്ട് കേട്ടോ, ലോ ഗിയറും നോർമൽ ഗിയറും. പക്ഷേ 2 വീൽ ഡ്രൈവിൽ ട്രാക്സസിൻ്റെ ഡിഫൻഡർ ഓടിക്കാൻ പറ്റില്ല. ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കും. എപ്പോഴും 4x4 ഓടിക്കുന്നത്. ഡിഫറൻഷ്യൽ മാത്രം നമുക്ക് ലോക്ക് ചെയ്യാം. ലോ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫ് റോഡ് കയറാനും എളുപ്പമായിരിക്കും.
ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ വന്ന് ദേ ഈ ഫ്ലൈവുഡിൻ്റെ മുകളിലേക്ക് കയറി ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് വെച്ച് തിരിക്കണം, ഇതിൻ്റെ അകത്തിട്ട് തിരിക്കണം. അപ്പോൾ അതാണ് ഇനിയുള്ളൊരു ചെറിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കയറണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് വിഞ്ചുണ്ടെങ്കിൽ മാത്രമേ ഇത് കയറാൻ പറ്റത്തുള്ളൂ. ആ കാര്യം അത്രത്തോളം ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു സംഭവം നിൽക്കുന്നത്. കണ്ടോ, വിഞ്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഡിഫൻഡറിനെ കയറ്റി മുമ്പോട്ട് വിടാം. മുമ്പോട്ട് വിട്ടിട്ട് അത് നമുക്ക് വിഞ്ച് വെച്ച് കയറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത വിഞ്ച് വെച്ചിട്ട് നമ്മുടെ ബ്ലേസർ വലിച്ച് കയറ്റാം കേട്ടോ. എന്തായാലും സംഭവം കയറി, ഈ സീനൊന്നുമില്ല, ഫുള്ള് ചളിയാണ് ഗൈസ്. ഇതിൻ്റെ അകത്തിട്ട് തിരിക്കുന്നത് എന്തായാലും ഡിഫൻഡറിനെ സംബന്ധിച്ചൊരു ടാസ്ക് ആയിരിക്കും. കാര്യം ഡിഗ് ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഡിഫൻഡറിന് ഇല്ല, അതുകൊണ്ട് സംബന്ധിച്ച് ടാസ്ക് ആയിരിക്കും. എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. പിന്നെ ഡ്രൈവർക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയാമെങ്കിൽ എവിടെ ഇട്ട് വേണമെങ്കിലും തിരിക്കാം. നമ്മുടെ മലയാളികൾ ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ്. RC 4-wheel drive എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ വിഞ്ച് എന്ന് പറയുന്നത്. ഏകദേശം 4 കിലോയോളം കപ്പാസിറ്റി ഉണ്ട്. വൺസ് നമ്മൾ ഈ വിഞ്ച് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലേസറിൻ്റെ അതും ചെറിയ രീതിയിലുള്ള ത്രോട്ടിൽ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് വിഞ്ചിലേക്ക് വരും കേട്ടോ. അപ്പോൾ അത്രത്തോളം ലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ലോഡ് കുറച്ച് വേണം നമ്മൾ വണ്ടി വിഞ്ച് വെച്ച് വലിച്ച് കയറ്റുന്നത്. വിഞ്ചിൻ്റെ ഫുൾ വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണേണ്ടവർക്ക് വിഞ്ചിൻ്റെ ഫുൾ വീഡിയോ ഇവിടെ കയറി കാണാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഡിഗ് ലോക്ക് എന്നാണ് പറയുന്നത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വണ്ടീനെ മേളിൽ കൊണ്ടുവന്ന് കയറ്റിയത്. ഇതിനെ നമ്മുടെ നാടൻ ഭാഷയിൽ കട്ടിംഗ് ബ്രേക്ക് എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് മഹേന്ദ്ര താർ റോക്സിനൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു ഫീച്ചറുമായിട്ട് ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ പറയുന്ന പല രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പഴയ ഓഫ് റോഡ് ചേട്ടന്മാർക്കൊക്കെ ഇത് നല്ല പരിചയമായിരിക്കും. പക്ഷേ RCയിൽ അധികം ആൾക്കാരൊന്നും കണ്ട് കാണത്തില്ലായിരിക്കും. ചിലർ കണ്ട് കാണുമായിരിക്കും, പക്ഷേ നാട്ടിലുള്ള അധികം കണ്ട് പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ബാക്കിലത്തെ വീല് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഈ സംഭവം യൂസ് ചെയ്യുന്നത്. റൈറ്റോ ലെഫ്റ്റിലോട്ടോ നമുക്ക് ചെറിയ റേഡിയസിൽ ചെറിയ സ്പേസിൽ നമുക്ക് നിർത്തി തിരിക്കാം. കാര്യം ഈ വണ്ടി ഡിഫൻഡറിനെ കാട്ടിയും നീളവും വീതിയും കൂടുതലുണ്ട്. സൈസിൽ 1/10 സ്കെയിലാണെങ്കിൽ പോലും വണ്ടിക്ക് കുറച്ച് നീളവും വീതിയും കൂടുതലുണ്ട്. അതുപോലെ ഹൈറ്റും കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇതുപോലെ വലിയൊരു ബോക്സിൽ 3 കളേഴ്സിലായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു RC വരുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആക്സസറീസും അതുപോലെ അതിൻ്റെ ടൂളും ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. ഇതിൻ്റെ എല്ലാ പാർട്ട് നമ്പേഴ്സും ഇതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിരിക്കും. ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ക്ലിപ്ലെസ് ബോഡിയാണ്. ബോഡിക്കകത്ത് വേറെ പിന്നോ കാര്യങ്ങളോ ഒന്നും മറ്റു വണ്ടികളെ പോലെ ഉണ്ടായിരിക്കില്ല. പിന്നെ 2 കൈ വേണം. പിന്നെ നമുക്ക് ഒരു കൈ കൊണ്ട് വലിച്ചു വരാം. ഇത് പക്ഷേ 2 കൈ വേണം ഇത് വലിച്ചു വരാം. ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ബ്രാക്കറ്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് സംഭവം. അത് നമുക്കൊന്ന് യൂസ് ടു ആയി വരണം, അത്രേ ഉള്ളൂ കുഴപ്പം. പക്ഷേ എളുപ്പമാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ലൈറ്റ്സിൻ്റെ മൊഡ്യൂൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ ഒരു കിടിലം സംഭവം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ബോഡിക്കകത്തുള്ള ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ കേബിൾ കാണും, അതെടുത്ത് കണക്ട് ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ മാഗ്നറ്റിക് മൗണ്ട്സ് ആണ് വെച്ചേക്കുന്നത്. ബോഡിക്കകത്തും വെച്ചിട്ടുണ്ട്, അതുപോലെ ബോഡിക്കകത്തും കാണിച്ചു തരാം. എന്താണ് ബോഡിക്കകത്തും മാഗ്നറ്റിക്കിൻ്റെ മൗണ്ടിങ്ങും അതുപോലെ ലൈറ്റിൻ്റെ ഫുൾ കിറ്റ് അവിടെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്, നല്ല നീറ്റാണ്. അതുപോലെ ഇവിടെ മൗണ്ടിങ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബോഡി നമുക്ക് 2 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ ഈ മൗണ്ടിങ്ങും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ബ്രഷ്ഡ് 550 ബ്രഷ്ഡ് മോട്ടറാണ് വരുന്നത്. FMS ഇതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പണിയുണ്ട് കേട്ടോ, നല്ല കിടിലൊരു പണി. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ESC ഉണ്ടോ, ഈ ഒരു ESC റിസീവറും ഒന്നാണ്, അതായത് ഓൺ ബോർഡ് ESC റിസീവറുമാണ്. അപ്പം നമുക്ക് ആ റിമോട്ട് 10 ചാനൽ റിമോട്ട് എടുത്ത് വേറെ കാറിലോട്ട് കയറ്റാൻ പറ്റൂല. അത് FMS ബുദ്ധിപൂർവ്വം ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. അവരെ റിമോട്ട് അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നൈസ് ഒരു പണിയായിരുന്നു കേട്ടോ. പക്ഷേ 3 ചാനൽസ് ഇപ്പോഴും ഓപ്പൺ ആണ് കേട്ടോ. 3 ആണോ 4 പോയിന്റ് കിടപ്പുണ്ട്. 3S സപ്പോർട്ടീവ് ആണ്. നമുക്ക് നമ്മുടെ ഡിഫൻഡറും സ്റ്റോക്കിൽ 3S സപ്പോർട്ടീവ് ആണ്.
പിന്നെ ബമ്പേഴ്സൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ബമ്പേഴ്സൊക്കെ നമുക്ക് മാറ്റി ഒരു മെറ്റൽ ബമ്പറും ഒരു വിഞ്ചൊക്കെ സെറ്റ് ചെയ്ത് തരുന്നൊരു പ്ലാൻ ഉണ്ട്. നല്ല അടിപൊളി ടയേഴ്സാണ് കേട്ടോ. മറ്റേതിനെ കാട്ടിയൊക്കെ നല്ല സൂപ്പർ ടയേഴ്സാണ്. കുറച്ച് വെയിറ്റ് ടയറിൻ്റെ സൈഡിൽ വേണം. വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ ബോഡി ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന് ബോഡി റോഡില്ല, ഇത് മറിയത്തില്ല. പെട്ടെന്ന് കൊണ്ടുവന്ന് വളച്ചാലൊന്നും ഇത് മറിയില്ല. പക്ഷേ ഡിഫൻഡർ മറിയും. നിങ്ങൾക്ക് ഡിഫൻഡർ യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, നല്ലൊരു വളവ് വളച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നൊരു വളവ് വളച്ച് കഴിഞ്ഞാൽ ഡിഫൻഡർ തന്നെ മറിഞ്ഞു. പക്ഷേ ഇത് മറിയില്ല. കാര്യത്തിൽ അടിപൊളി. റിമോട്ടിനകത്ത് ഇനിയും ഫംഗ്ഷൻസ് ഉണ്ട്. ഫോർവേഡ് ബാക്ക്വേർഡ് മാത്രമാക്കാം. വേറെ ബാറ്ററി യൂസ് ചെയ്യണോ, ലിപ്പോ ബാറ്ററിയാണ് കിടക്കുന്നത്. ലിപ്പോ ബാറ്ററി മാറ്റി വേറെ ബാറ്ററി യൂസ് ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ആക്കണം. അതുപോലെ ഡിപ്പ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ സെർവോസ് എല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്യിപ്പിക്കാം. നമ്മളിപ്പോൾ ഇത് ലൈറ്റ് ഓൺ ആക്കുമ്പോഴത്തേക്കും ഇതൊരു ഫംഗ്ഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ നോർമൽ ഗിയർ ആണ്. ഇത് വേണമെങ്കിൽ മാറ്റി ലോ ഗിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് കത്തുമ്പോൾ ഈ ഒരു ഇൻഡിക്കേഷൻ വരുന്നത് ലോ ഗിയറിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഏത് ചാനലാണോ ആ ചാനൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും ഒരു വണ്ടികൾക്കും ഈ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ കണ്ടിട്ടില്ല. 52,000 രൂപയാണ് ഷിപ്പിംഗ് ഇറക്കി വണ്ടിയുടെ പ്രൈസ് വരുന്നത്. പക്ഷേ നിങ്ങൾ പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കാൻ $400 മാത്രമേ അവിടെ പ്രൈസ് വില വരുന്നുള്ളൂ. ഇപ്പോൾ ഷിപ്പിങ്ങും കാര്യങ്ങളും കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുവരേണ്ടി വരും. പുറത്ത് മേടിക്കുമ്പോൾ കുറേ കൂടെ ഒക്കെ ചീപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും ചീപ്പറായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറൊരു വണ്ടി ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ K5 ബ്ലേസറിൻ്റെയും ഡിഫൻഡറിൻ്റെയും വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ട്രാക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്, ട്രാക്കിൻ്റെ ബാക്കി ഇനിയാണ് വരുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ട്രാക്കിനെ പറ്റി പറയുക. FMSന്റെ ബാക്കി വണ്ടികളുടെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് വണ്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബൈ. ബാക്കി ട്രാക്കും കൂടെ കണ്ടിട്ട് പോകാം കേട്ടോ.